ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ള തരി കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോമ്പിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി 4-5 എണ്ണം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ നെയ്യിലൊന്ന് കിടന്നിട്ട് ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലെല്ലാം മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം എപ്പോഴും ഏറ്റവും ലെവലാക്കിയിട്ട് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-10 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുന്തിരിയാണ്. മുന്തിരിയും കുറച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതും നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഇത് ഈ ഒരു തരി കാച്ചിയതിലേക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ ഞാൻ 3.5 ടേബിൾ സ്പൂണ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 3.5 ടേബിൾ സ്പൂണ് റവ ഉണ്ട് അതിന് കറക്റ്റായിട്ടുള്ള അളവ്. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായി പോവും. ഈ ഒരു അളവിലാകുമ്പോൾ നമ്മൾ കുടിക്കുന്ന ടൈമിലൊക്കെ കറക്റ്റായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. റവ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പശുവിൻ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാലിന് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും ഇത് തേങ്ങാപ്പാലാണ് ചെയ്യാറുള്ളത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് പശുവിൻ പാലിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തിക്നെസ് കൂടിയാൽ തന്നെ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എന്തായാലും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്